നമസ്കാരം. സ്പീഡ് ന്യൂസ്. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കടയടപ്പ് സമരം ജില്ലയിൽ പൂർണ്ണം. ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും സമരത്തിൽ പങ്കെടുത്തു. മച്ചാട് തിരുവാണിക്കാവ് പ്രതിഷ്ഠാ ദിനവും മാമാങ്കം കൂറയിടൽ ചടങ്ങും ഭക്തി നിർഭരമായി. പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെയും ചലച്ചിത്ര താരം പത്മശ്രീ ജയറാമന്റെയും നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണി ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം വ്യാഴാഴ്ച നടക്കും. മീനമാസത്തിലെ അശ്വതി നാളിലാണ് ചരിത്രപ്രസിദ്ധമായ അശ്വതി കാവ് തീണ്ടൽ. വേലൂർ വെങ്ങലശ്ശേരി മണിമലർക്കാവ് കുതിരവേലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 ദിവസങ്ങളിലായാണ് വേല ആഘോഷിക്കുന്നത്. വേലൂർ ദേശക്കുതിരയുടെ തല കൊളുത്തുന്നതോടെ കുതിരവേലയ്ക്ക് ആരംഭമാകും. ചെറവല്ലൂരിൽ ചന്ദ്രക്കുടം നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു. ആനപ്പുറത്തു നിന്ന് വീണയാൾക്ക് നിസാര പരിക്കേറ്റു. കുന്നംകുളം പോർക്കളയങ്ങാട് നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ചെമ്മണ്ണൂർ സ്വദേശി പീതാംബരന് പരിക്കേറ്റു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി 8 ദിവസം നീണ്ടു നിൽക്കുന്ന സഹസ്രകലശ ചടങ്ങുകൾ ഇന്ന് തുടങ്ങും. മാർച്ച് 1 ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചീഞ്ഞ പഴം കൊണ്ട് തുലാഭാരം നടത്തിയെന്ന പരാതിയിൽ 1 വർഷമായിട്ടും നടപടിയില്ലാത്തതിനാൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ചെറുതുരുത്തി അരീക്കൽ വീട്ടിൽ പ്രകാശൻ. കഴിഞ്ഞ ഏപ്രിൽ 23-നാണ് പേരക്കുട്ടികളായ ആദിത്യ, അനാമിക, തേജസ് എന്നിവർക്ക് തുലാഭാരം നടത്തിയത്. ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 42,46,56,463 രൂപ വരവും 41,22,58,200 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് CS സലീഷ് അവതരിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് വെങ്കടംഗ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷി അനുസ്മരണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ രക്തസാക്ഷി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. പെരുവല്ലൂർ ശ്രീ കോട്ടക്കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച നടപ്പുരയും പ്രദക്ഷിണ വഴിയും സമർപ്പിച്ചു. കുന്നംകാവിൽ പരമേശ്വരൻ നായർ നടപ്പുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബന്നി ബെഹന്നാൻ MP പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് കയ്പമംഗലം പഞ്ചായത്തിലെ പള്ളിത്താനത്തും ചെളിങ്ങാട് ക്ഷേത്രനടയിലും മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ബന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് കബീർ കാക്കശ്ശേരിയുടെ സ്മരണ നിലനിർത്തുന്നതിനായി CK വളവ് പൗരാവലി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് നാടകപ്രവർത്തകൻ സുധീഷ് അമ്മവീട് അർഹനായി. 11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഞായറാഴ്ച പുതിയകാവ് AMUP സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. ഭാരത് സർക്കാർ വാർത്താവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും എളവള്ളി പഞ്ചായത്തും സംയുക്തമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. വൈലത്തൂർ പാടത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് കാർ യാത്രക്കാരായ 5 പേർക്ക് പരിക്കേറ്റു. പൊന്നിയൂർ കുരഞ്ഞിയൂർ സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ഉത്സവത്തിന്റെ നോട്ടീസ് പുറത്തിറക്കി. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നോട്ടീസിന്റെ പ്രകാശനം നിർവഹിച്ചു. തോളൂർ പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ത്രീകൾക്ക് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചുണ്ടൽ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാട്ടുരാക്കൽ വസന്തനഗർ റെസിഡൻസ് അസോസിയേഷൻ 31ാം വാർഷികം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ രാധിക ഉദ്ഘാടനം ചെയ്തു. മരുട്ടിച്ചാലിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഗുരുതര പരിക്കേറ്റ ആശാരിക്കുടിയിൽ ജോർജ് കുട്ടിയെ അങ്കമാലിയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ തൃശൂർ പടിഞ്ഞാറേക്കോട്ട NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ TS തുളസി, 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നമിത് മിലൻ എന്നിവരെയാണ് അനുമോദിച്ചത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ഉല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങളെ ആദരിച്ചു. മാർ അപ്രേം, ഫാദർ സെബാസ്റ്റ്യൻ പേരുട്ടിൽ എന്നിവരെയാണ് ആദരിച്ചത്. യൂത്ത് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് അനുസ്മരണ യോഗം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിന് മുന്നിൽ UDF കൗൺസിലർമാർ കൂട്ടധർണ നടത്തി. ധർണ DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അഹമ്മദിയ ബാലജന സംഘടന മജ്ലിസ് അസ്താഫുൽ അഹമ്മദിയയുടെ തൃശൂർ പാലക്കാട് ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു.
റമീസ് അഹമ്മദ്, സഹീർ അഹമ്മദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത കലാശില്പശാല നടത്തി. സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ ബലദേവാനന്ദ സാഗർ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിക്കുളങ്ങര കരിക്കാട്ടോളി പ്രദേശത്ത് പുലിയിറങ്ങിയതായി അഭ്യൂഹം. റോഡരികിലുള്ള സ്വകാര്യ പറമ്പിൽ പുലിയെ കണ്ടതായാണ് പരിസരവാസികൾ പറയുന്നത്. കൊടകര പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 19-നാണ് പൂരം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സൗത്ത് ഇന്ത്യൻ ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. മത്സരത്തിന്റെ ഉദ്ഘാടനം 15-ന് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നിർവഹിക്കും. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്കായി പാർപ്പിടം ഒരുക്കുന്നതിന് ബജറ്റിൽ മുൻഗണന നൽകി. ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത കാലത്തിനൊപ്പം എന്ന ഹ്രസ്വചിത്രത്തിന് OMC ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചു. കൊച്ചിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ, നിർമ്മാതാവ് ഡോക്ടർ ജയ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. എനവക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 1974 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഓർമ്മക്കൂട്ട് എന്ന സഹപാഠി സംഗമം സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. 154 കോടി രൂപ വരവും 151.73 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ചാലക്കുടി നഗരസഭയുടെ വാർഷിക ബജറ്റ് ചെയർപേഴ്സൺ ആലീസ് ഷിബു അവതരിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ ഡയാലിസിസ് ആവശ്യമുള്ള മുഴുവൻ വൃക്കരോഗികൾക്കും സൗജന്യ ഡയാലിസിസ് സൗകര്യം ഉറപ്പാക്കുന്ന കരുതൽ സ്പർശം പദ്ധതിക്ക് 1 കോടി രൂപ വകയിരുത്തി. ഗോവയിൽ നടന്ന 6ാമത് മാസ്റ്റേഴ്സ് ഗെയിംസിൽ നെൽസൺ ജെ പാലക്കലിന് സ്വർണം. ഗെയിമിനത്തിൽ പിസ്റ്റൾ വിഭാഗത്തിൽ ഗോൾഡ് മെഡലും വ്യക്തിഗത വിഭാഗത്തിൽ സിൽവർ മെഡലും ലഭിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.